ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഞാൻ നമ്മളെ ഡെലിവറി വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്താണ് സംഭവം എന്ന്. എനിക്ക് PM ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെയാണ് ഞാൻ ഡെലിവറീൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ബാക്കി വേണം പറഞ്ഞിട്ട് വീണ്ടും ഇടുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ യൂട്യൂബിൽ. അവർ എപ്പോഴും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ട് കേട്ടോ. അവരാണ് ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഇടാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മളതിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലേബർ റൂമിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ചോദിച്ചു അതൊന്നും എന്ത് നീ പറയാഞ്ഞത് എന്ന്. അപ്പോഴാണ് ഞാൻ അതൊക്കെ ഉണ്ടായത്. എനിക്ക് മീൻസ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറ്റേ മറക്കാൻ ശ്രമിച്ച കാര്യങ്ങളായിരുന്നല്ലോ. അപ്പം അതൊരുപാട് മറക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ എൻ്റെ മോളെ മുഖം കണ്ടോടുകൂടി എന്താ പറയുക, അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്നാൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെയാണ് കേട്ടോ. ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്പെഷ്യൽ നേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ നേഴ്സ് വെച്ചാൽ ഒരു എന്താ പറയുക, അവിടെ 2 മന്ത് ട്രെയിനിങ്ങിന് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ എന്താ പറയുക, എനിക്ക് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം എന്നെ ഡോക്ടർ പറഞ്ഞ് ഇവൾക്ക് പെയിന് വരുന്ന സ്ഥലത്ത് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മോസ്റ്റ്ലി വന്നത് കാല് മസിൽ കയറല ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മച്ചിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു മസിൽ കയറിയിരുന്നതെന്നൊക്കെ. അപ്പോൾ ഉമ്മച്ചിനോട് ഞാൻ A to Z കാര്യങ്ങൾ അവിടെ നടന്നത് കംപ്ലീറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വിടാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ വെച്ചാൽ ഞാനും ഉമ്മച്ചും 3rd ഡേ മുതൽ ഞാനും ഉമ്മച്ചും എത്താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കടമ്മക്ക് ഉമ്രക്ക് പോകാനുള്ള കാരണം ഇക്കടമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് അതായത് ഡെലിവറി കഴിഞ്ഞ് പിറ്റേന്ന് ഇക്കടമ്മ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഉമ്രക്ക് പോണത് 7 days ആഫ്റ്റർ 7 days ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉമ്മക്ക് കുറച്ച് പ്രിപ്പറേഷൻസും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ നേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേക ഇതിൽ വിട്ടതാണ് കേട്ടോ പറയാൻ. മാഷാ അല്ലാ എത്ര നല്ലൊരു കുട്ടി വെച്ചാൽ പാവം. എനിക്ക് 1 hour തന്നെ 11 മണിക്കാണ് എന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. മീൻസ് സെക്കൻഡ് ലേബർ റൂമിലേക്ക് എന്നെ 11 മണിക്കാണ് കയറ്റിയത്. ആ 11 മണി മുതൽ 12:15 എനിക്ക് സഹിക്കെട്ട പെയിന് വന്നത്. അപ്പോഴാണ് അതുവരെ ആ കുട്ടി എൻ്റെ കാല് മസിൽ കയറി കാലിൻ്റെ അടി ചൂടാക്കലും ലാസ്റ്റ് AC കംപ്ലീറ്റ് ലേബർ റൂമിൻ്റെ ഉള്ളിലത്തെ AC കംപ്ലീറ്റ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കാല് പെട്ടെന്ന് മരവിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് AC, കാരണം ഫുള്ള് ഞാൻ ഐസായ പോലെയായി. എന്താ പറയുക, ഞാൻ AC ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളായ കാരണം പറയണേ, എനിക്ക് AC നല്ല മസ്റ്റായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നാട്ടിൽ പോയപ്പോൾ അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ. പക്ഷെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് ലേബർ റൂമിൻ്റെ ഉള്ളിൽ, മീൻസ് പുറത്തൊന്നും അത്ര പ്രശ്നമില്ല, രണ്ടാമത്തെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഇനി പെയിന് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ കാല് 2 മസിൽ കയറിയിട്ട് എനിക്ക് അനക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ പറയുക, ഈ കുട്ടി കാലിൻ്റെ അടി ചൂടാക്കിയിട്ടും അതുപോലെ എൻ്റെ കൈ മസാജ് ചെയ്തിട്ടും തണ്ടൽ മസാജ് ചെയ്തിട്ടും അങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങോട്ട് മസാജ് ചെയ്യുന്നു, ഇങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങോട്ട് മസാജ് ചെയ്യുന്നു, നിർത്താതെ ആ കുട്ടി മസാജ് ചെയ്തുകൊണ്ടിരുന്നൊരു 1 hour നിർത്താണ്ട് മസാജ് ചെയ്താൽ നിൽക്കണം കേട്ടോ. ആ കുട്ടിക്ക് കൈ വേദന എടുക്കുന്നുണ്ടോ എന്നൊന്നും പറഞ്ഞില്ല. മീൻസ് എന്നെ ഇത്താന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മാറിക്കോളും പ്രാർത്ഥിക്കത്താന്നാണ് കേട്ടോ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു 3-4 ലേഡീസ് ഉണ്ടായിരുന്നു, മീൻസ് 3-4 നഴ്സുമാരുണ്ടായിരുന്നു. അവരും എന്താ പറയുക നമ്മളോട് ദുആ ചെയ്യാനും കാര്യത്തിനാണ് കേട്ടോ അവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പെയിന് സഹിക്കാൻ വയ്യ, പിന്നെ ഞാൻ മറ്റേതിൽ ഓപ്പൺ ആയിട്ടുള്ളതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് ലാസ്റ്റ് സെക്ഷനിൽ മോള് മുകളിലേക്ക് കയറി, പകുതിക്കട്ട മോള് താഴത്തേക്ക് വന്ന മോള് ഒന്നാകെ മുകളിലേക്ക് കയറി. എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര 6,000-7,000 മരുന്നുകളും ഉമ്മാൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ സിസേറിയൻ്റെ മരുന്നുകളും ഉമ്മാൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉമ്മാനോട് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരാം, അപ്പോൾ നിങ്ങൾ ഈ സാധനം കയ്യിൽ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ആവശ്യമില്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ക്യാഷ് കൗണ്ടറിൽ റിട്ടേൺ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി എന്ത് ചെയ്ത് അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഉമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഉമ്മ എന്നോട് പറയും 2 കവർ ഫുള്ള് മരുന്നായിരുന്നു.
അങ്ങനെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ബ്ലഡ് ലോസ് ആവുന്ന ടൈമിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. മീൻസ് എൻ്റെ കണ്ണൊക്കെ എന്താ പറയുക, താഴത്തൊക്കെ നമുക്ക് ബ്ലഡ് പോകുമ്പോൾ നമുക്ക് അറിയുമല്ലോ ബ്ലഡ് പോകുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ ബ്ലഡ് പോകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ എൻ്റെ ഉമ്മാനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നെ നോക്കിയത് എൻ്റെ ഉമ്മ മാത്രമല്ല കേട്ടോ. എൻ്റെ ഉമ്മ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ അനിയത്തിയാണ്, എൻ്റെ ഇത്താത്തയാണ്, ചില ടൈമിൽ എൻ്റെ മോളാണ്. അങ്ങനെ എന്താ പറയുക, അത്രയും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും പറയാം ഉമ്മച്ചിനോടാണ് കേട്ടോ ഞാൻ പറയാറുള്ളത്. എൻ്റെ എത്ര സങ്കടം വന്നാലും എനിക്ക് എല്ലാ കാര്യത്തിലും ഉമ്മച്ചിയാണ് കേട്ടോ കൂടെ ഉള്ളത്. പക്ഷേ ഉമ്മച്ചി ഇപ്പോൾ നാട്ടിലാണ്, ഞാൻ യുഎയിലാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ വന്നിട്ടും ചില ടൈമിലൊക്കെ എനിക്ക് പെയിന് വരാറുണ്ട്. മീൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 4 മന്ത് ഹാദി 4 മന്ത് മസ്റ്റ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ വീട്ടിൽ മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് റെസ്റ്റ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പണിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ നീട്ടി നിൽക്കുന്ന 4 മന്ത് ഫുള്ള് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ അതിലിടക്ക് കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ഒന്ന് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സ്റ്റിച്ച് അഴിയണം പറഞ്ഞിട്ട് കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞു വന്നപ്പോൾ ഓരോ വേറെ ഭാഗങ്ങളിലേക്കൊക്കെ എത്തി. അങ്ങനെ ഉമ്മാനോട് A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഒരാളാണ് കേട്ടോ. ഈ വാക്കിംഗ് പമ്പ് ഇട്ട് വലിക്കാന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, അത് യൂട്യൂബിൽ പോലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ, വാക്കിംഗ് ചെയ്തിട്ട് നോക്കുന്ന സംഭവം എന്താന്ന്. പക്ഷേ അത് ഒരു അശ്വതി ഡോക്ടറും അതുപോലെ സൈറ ഡോക്ടറാണ് കേട്ടോ എൻ്റെ മെയിനായിട്ട് എൻ്റെ ലേബർ പെയിൻ്റെ ടൈമിലുണ്ടായിരുന്നത്. സൈറ ഡോക്ടറാണ് നിസാർ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ കേട്ടോ. ഈ എന്താ പറയുക, എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് വികസിക്കുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ സിസേറിയൻ ആവാൻ ചാൻസ് ഉണ്ട്, മാക്സിമം ഞാൻ നോർമലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് എന്താ പറയുക, ഡോക്ടറുടെ റിസ്കിലാണ് കേട്ടോ എനിക്ക് നോർമലായിട്ടുണ്ടായിരുന്നത്. എനിക്ക് UAE നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിസേറിയൻ ആവാൻ ചാൻസ് ഉണ്ട്, കുട്ടി മുകളിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബ്ലഡ് ലോസ് ആകുമ്പോഴൊക്കെ നമുക്കൊരു വിറയൽ ഫീലിങ്, അതുപോലെ എന്താ പറയുക എനിക്ക് DNC ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. ഈ ബ്ലഡ് മറുകുട്ടി പുറത്ത് വരില്ല എന്ന് പറയില്ലേ, അത് വരാൻ കാരണം എനിക്ക് അതിന് DNC ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ സ്റ്റാർട്ടിങ് ആയിട്ടോ. സെക്കൻഡ് ഡേ മോർണിംഗ് ഇക്കാൻ്റെ ഉമ്മ പോയി, പിന്നെ ഞങ്ങൾ 3 ആളായിട്ടോ റൂമിൻ്റെ ഉള്ളിൽ. പിന്നെ എൻ്റെ ഉപ്പച്ചി ഫുഡ് ആയിട്ട് വരുന്നത്, അങ്ങനെ ആ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പോഴൊന്നും എനിക്ക് വേദന സഹിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വേദന സഹിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളോട് പറയാൻ, എനിക്ക് വാഷ്റൂമിൽ പോണ വരെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വാഷ്റൂമിൽ പോയി വന്നാൽ പിന്നെ 2-3 മണിക്കൂറോളം ഞാൻ എന്താ പറയുക, മോള് നല്ല കരച്ചിലിട്ടാ. അപ്പോൾ മോളായിട്ട് വന്നതാണ് കേട്ടോ ഇക്കക്ക് മീൻസ് ഇക്ക ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാവും. അവൾക്ക് ചില ടൈമിൽ ഞാൻ തന്നെ വേണം കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോണ വരെ പ്രശ്നമില്ല കേട്ടോ. വാഷ്റൂം പോയി വന്നു കഴിഞ്ഞാൽ 2 hours 3 hours കണ്ടിന്യൂ പെയിനാണ്. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. ഇരിക്കാൻ തീരെ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കിടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ യൂറിൻ ഇൻഫെക്ഷൻ്റെ മരുന്ന് തരുന്നു, യൂറിൻ ഇൻഫെക്ഷൻ്റെ മരുന്ന് കയറ്റുന്നു. അതുപോലെ എന്താ പറയുക, എനിക്ക് എന്നിട്ട് ഇതൊക്കെ സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കിയാൽ സ്കാനിങ്ങിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞത് എന്താ പറയുക, ഇവൾക്ക് നോർമലി കുഴപ്പമൊന്നും കാണുന്നില്ല, പക്ഷേ എവിടെയാണ് കുഴപ്പമെന്ന് അറിയില്ല. അങ്ങനെ എന്താ പറയുക, അന്നാണ് എനിക്ക് കൗണ്ട് ചെക്ക് ചെയ്തത്.
കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ലോസ് ആയാൽ എൻ്റെ അതിലുള്ള ഫേസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഫുള്ള് എന്താ പറയുക, ഗ്രീൻ കളറായി, ചുണ്ടൊക്കെ ഒരു ജാതി ഗ്രീൻ, ഒരു ബ്ലൂ ആ റേഞ്ച് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, മീൻസ് ബ്ലഡ് ലോസ് ആയതിൻ്റെ ആണോ എന്താണ്. കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ എത്രയോ പെർസെൻറ്റേജ് കുറവാണ് കേട്ടോ വരുന്നത്. 9 വേണ്ടി എടുത്ത് 6 or 7 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയോ കുറവാണ്, നോർമലി 9 അല്ല, നോർമലി 12 ആണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ അതിൽ 6 അങ്ങനെ എന്തോ ആണ്, 6 or 7 അങ്ങനെ എന്തോ ആണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഇപ്പം തന്നെ ബ്ലഡ് കയറ്റണം, ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പറഞ്ഞ്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഓക്കെ ബ്ലഡ് കയറ്റിക്കോളാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ 1200 അങ്ങനെ എന്തോ ആണ് 1 പാക്കറ്റ് ബ്ലഡിന്. അങ്ങനെ അതൊക്കെ കയറ്റി. അതൊക്കെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ ബ്രദറുള്ള കാരണം അവന് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല കേട്ടോ. അവന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കുറച്ചൊക്കെ ഉമ്മച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം എക്സ്ട്രീം ലെവൽ പെയിനാണ് കേട്ടോ. എനിക്ക് ചിന്തിക്കാനും കൂടി വയ്യാത്തൊരു പെയിനായിരുന്നു കേട്ടോ. എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ വേദന, അത് സ്റ്റിച്ചിൻ്റെ അവിടെ എനിക്ക് എന്താ പറയുക ഒരു മരവിച്ച പോലെ ആയിരുന്നു കേട്ടോ സെക്കൻഡ് ഡേ ഒക്കെ. പക്ഷെ പിന്നെ ഈ എന്താ പറയുക ഈ മരുന്നും ഇതൊക്കെ കുടിച്ച് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ടൊന്ന് 3rd ഡേക്ക് വന്നപ്പോൾ മോൾക്ക് മഞ്ഞ കൂടിയിട്ട് പിന്നെ മോളായിട്ട് ഇങ്ങനെ പോകലായിട്ടോ. പക്ഷെ എൻ്റെ പെയിനിന് അപ്പോഴും ഒരു എന്താ പറയുക ഒരു കുറവുണ്ടായിരുന്നില്ല. വാഷ്റൂമിൽ പോകാൻ വയ്യ, അതായത് മെയിൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. വാഷ്റൂമിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ യൂറിൻ ഇൻഫെക്ഷനൊക്കെ കൂടിയ ലെവലെന്ന് പറയില്ലേ, എന്താ പറയുക ഒരു പീരീഡ്സിൻ്റെ ഒരു പെയിന്, യൂറിൻ ഇൻഫെക്ഷന് എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു പെയിനായിരുന്നു. എനിക്കത് പറയാൻ അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മച്ചി ഇത്താണ്ടായിരുന്നു. അപ്പോൾ ഇത്ത പറഞ്ഞ് ഇനി ഉമ്മാനോട് പറഞ്ഞ് നിങ്ങൾ പോകണ്ട, ഞാൻ പോയി ചോദിച്ചോക്കട്ടെ ഡോക്ടറോട് എന്താണെന്ന്. അങ്ങനെ അന്ന് വൈകിട്ടും ഈ ബ്ലഡ് കയറ്റിയിട്ടും എനിക്ക് പെയിന് നിൽക്കുന്നില്ല കേട്ടോ. പെയിന് നിൽക്കാഞ്ഞപ്പോൾ ലാസ്റ്റ് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ഡോസുള്ള മരുന്ന് ഇവൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഇവളെ ശരീരം താങ്ങേണ്ട മരുന്നും ആൻറ്റിബയോട്ടിക് ഗുളികയും കംപ്ലീറ്റും ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കിൻ്റെ മെഡിസിൻ കംപ്ലീറ്റ് എനിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ഉണങ്ങിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളനീര് നല്ല കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കന്, എഗ്ഗ്, മുട്ട ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു എന്താ പറയുക ഒരു മാംസാഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മീനൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇലക്കറികൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വയറുറക്കുന്ന ഒറ്റ ഫുഡും എനിക്ക് കഴിക്കാൻ പാടുന്നുണ്ടായിരുന്നു. 10 days ഒരു ചാർട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് കോഴിമുട്ട, പഴം, അതുപോലെ ഉലുവ, മുതിര അങ്ങനത്തെ ഒരു മരുന്നുകളും കഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഒരു അരിഷ്ടം കാര്യങ്ങളൊന്നും കുടിക്കാൻ പാടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മെഡിസിൻ എനിക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക നൈറ്റായിട്ടും എനിക്ക് പെയിൻ സഹിക്കായിട്ട് അതായത് എൻ്റെ കൂടെ നിന്ന് നമ്മളെ പോയിട്ട് പറഞ്ഞ ഡോക്ടറോട് പറഞ്ഞ് അവൾക്ക് പെയിൻ സഹിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ ചെറിയൊരു ഗുളിക എഴുതി തന്ന്. അത് കുടിക്കുമ്പോൾ എനിക്ക് കുറയും, പിന്നെ വീണ്ടും കൂടും. അങ്ങനെ വെള്ളം എന്നോട് 6 ലിറ്റർ 7 ലിറ്റർ അങ്ങനത്തെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിച്ച് ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ടായി. പിന്നെ തീരെ ഫുഡ് കഴിക്കാണ്ടായി, ഓൺലി വെള്ളം മാത്രം കുടിക്കല്. അതുപോലെ ഇളനീര് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ഒരു 3 or 4 ഇളനീര് ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും എനിക്ക് പെയിനിനൊന്നും ഒരു കുറവില്ല കേട്ടോ. പെയിനൊക്കെ എക്സ്ട്രീം ലെവൽ പറഞ്ഞാൽ എക്സ്ട്രീം ലെവലായിട്ട് പെയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 4th day ആയപ്പോൾ എനിക്ക് പെയിൻ ഇത്തിരി കുറഞ്ഞു കേട്ടോ. കാരണം ഡോക്ടർ പിറ്റേന്ന് വന്നിട്ട് എനിക്ക് വേറൊരു മെഡിസിൻ തന്ന്. അങ്ങനെ അത് തന്നപ്പോൾ കുറഞ്ഞ്. 4th day കുറഞ്ഞപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ പോട്ടെ ഡോക്ടറെ ചോദിച്ചു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് പോയിട്ട് എന്താ അത്ര ധൃതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കിടന്ന് മീൻസ് നമുക്ക് ഹോസ്പിറ്റലാകുമ്പോൾ നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഭയങ്കര ഡിപ്രഷൻ മൂഡായിരുന്നു കേട്ടോ. ഒന്നും നടക്കണില്ല. അതുപോലെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇവളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇവളോട് ദേഷ്യം, വാശി, പിന്നെ എന്താ നിങ്ങളോട് പറയുക, എനിക്ക്
ഒരു എനിക്ക് പറയാനൊക്കെ കിട്ടണില്ല കേട്ടോ. എന്താ പറയുക, ഒരു നമുക്ക് മരിക്കാൻ തോന്നുക, ജീവിക്കണ്ട തോന്നുക, ഇനിയിപ്പം നെക്സ്റ്റ് ഇത് മാറൂലേ, ഇനിയൊന്നും എനിക്ക് പെയിൻ ഉണ്ടാവുമോ, ഇനി പെയിൻ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്താവും, ഈ ഒരു പെയിൻ കൊണ്ട് എൻ്റെ ലൈഫ് തീർന്നോ, അങ്ങനെയൊക്കെ ചിന്തിച്ച ആളാണ് കേട്ടോ ഞാൻ. പിന്നെ എനിക്ക് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നൈറ്റിൽ ഞാൻ ചീറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് എന്താ പറയുക, എനിക്ക് ആ എന്താ പറയുക യൂട്രസിൻ്റെ ഉള്ളിൽ മീൻസ് യൂട്രസ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ യൂട്രസ് ക്ലീൻ ആക്കണത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക നെഞ്ഞിങ്ങനെ കിടന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. മീൻസ് അതെനിക്ക് എന്താ പറയുക, ഈ ഒരു ബേബീൻ്റെ 14th ഡേ 15th ഡേ വരെ എനിക്ക് ആ ഒരു സ്വപ്നം ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡിപ്രഷനിൽ വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സ്വപ്നം കൊണ്ട്. മീൻസ് കണ്ണടച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന പോലെ തോന്നും. അത് വെച്ചാൽ പച്ചയിലല്ല ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അത്രയും പെയിന് നിങ്ങൾക്ക് മീൻസ് നമുക്ക് പുറത്തെ മുറിവിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതേപോലെ യൂട്രസിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര അറിയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇങ്ങനെ കണ്ണിൽ വരികയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 4th ഡേ ആയപ്പോൾ മോൾക്ക് മഞ്ഞ കൂടിയിട്ട് മോൾ NICUയിൽ ഇട്ടു കേട്ടോ. അങ്ങനെ 6th ഡേ ആണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ 6th ഡേ ടോട്ടൽ നമ്മൾ 7 ഡേയ്സാണ് കേട്ടോ നിന്നത്. അതായത് തലേന്നത്തെ ഡേയ്സും കൂടി കൂട്ടിയിട്ട് 7 ഡേയ്സാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. 7th ഡേ നമ്മൾ വൈകിട്ടാണ് കേട്ടോ എനിക്ക് ഡിസ്ചാർജ് കിട്ടിയത്. വൈകിട്ട് 6:30ക്കാണ് കേട്ടോ എനിക്ക് ഡിസ്ചാർജ് കിട്ടിയത്. അങ്ങനെ ഡിസ്ചാർജ് കിട്ടിയിട്ട് ഞങ്ങൾ എനിക്ക് ഉമ്മ അവിടെ അടുത്ത് പോയിട്ട് ഒരു ടോപ്പ് എടുത്തു കൊടുന്നു. അങ്ങനെ ഞാൻ വേറെ ഒന്നും ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോർമലി മാക്സി മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇക്കാടെ വീട്ടിൽ പോയിട്ട് പോവുക, ഫസ്റ്റ് ഇക്കാടെ വീട്ടിൽ എൻ്റെ മോള് കയറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല നടത്തേണ്ടത്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നിട്ട് അത്രയും ദൂരം കാറിൽ ഇരിക്കുമ്പോൾ പെയിന് കൂടുമെന്ന് എനിക്കൊരു ചെറിയൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ടോ. അതിലടക്കം മരുന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മീൻസ് ഒരു ദിവസം 5 കുപ്പി മരുന്ന്, അതായത് 5 ബോട്ടിൽസാണ് കേട്ടോ എനിക്ക് മരുന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നത്. 5 ബോട്ടിൽ മരുന്നാണ് കേട്ടോ എനിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ മരുന്ന് കയറ്റുമ്പോൾ എനിക്ക് നല്ല കുറയും, മരുന്ന് കയറ്റിൽ കഴിഞ്ഞാൽ പിന്നെയും കൂടും, മരുന്ന് കയറ്റുമ്പോൾ കുറയും, മരുന്ന് കയറ്റിൽ കഴിഞ്ഞാൽ പിന്നെയും കൂടും, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത് ഞാനും ഉമ്മയും പിന്നെ ഇത്തിയും ഷാമോനും കൂടിയിട്ട് നേരെ ഇക്കടെ വീട്ടിൽ പോയി. ഡിസ്ചാർജ് ആയിട്ട് നേരെ ഇക്കടെ വീട്ടിലേക്ക് പോയി. ഇക്കടെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ ഉമ്മ പത്തിരിയും കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും പിന്നെ ഇക്കാടെ മൂത്ത വൈഫും, അതായത് മൂത്ത അത്താത്ത ഉണ്ടായിരുന്നു, ഭാബി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടാൾ മാത്രമേ കേട്ടോ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഞാൻ സുബൈത്താത്ത ഉണ്ടായിരുന്നു, ഞാനും ഉമ്മയും ഷാമോനും ആയിട്ടുണ്ടായിരുന്നത്. ഉപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ ഡിസ്ചാർജിൻ്റെ ടൈമിൽ. കാരണം കാറിൽ സ്ഥലം ഉണ്ടാവില്ല, കാരണം നമുക്ക് അത്രയും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ 7th ഡേ ഒക്കെ നിൽക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, അത്രയും സാധനങ്ങൾ. കാരണം ഉപ്പാനോട് വരണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ കാറിൽ കയറിയപ്പോൾ പിന്നെ എനിക്ക് നല്ല ഫ്രണ്ടിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് സാധനങ്ങളും ബാക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇക്കടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ പകുതി എത്തിയപ്പോൾ തന്നെ എനിക്ക് പെയിന് തുടങ്ങിക്കുന്നു കേട്ടോ. ഞാൻ ഇക്കടെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് പെയിൻ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞൊന്നും ചെയ്തില്ല. പിന്നെ എന്താ പറയുക, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉപ്പച്ചി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ വിചാരിച്ച് മീൻസ് ഞങ്ങളെന്തെങ്കിലും വാങ്ങിയിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മ പറഞ്ഞാൽ ഞാൻ ഉപ്പയും കൂടി പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്നുകൊണ്ട് ഉമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോഴൊന്നും എനിക്ക് പെയിൻ ഉണ്ട്, പക്ഷേ ഓവറില്ല കേട്ടോ. എന്നാലും പെയിൻ ഉണ്ട്. അപ്പോൾ ഇക്ക മോളെ കൊണ്ടുപോയിട്ടാ, കാരണം അവൾ കരയുന്നുണ്ട്. അപ്പോൾ ഇക്ക കൊണ്ടുപോയി പാലൊക്കെ കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇക്കടെ വീട്ടിലെത്തി. അങ്ങനെ ഇക്കടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്കൊക്കെ എനിക്ക് പെയിൻ ഉണ്ട് കേട്ടോ. പെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ പെയിൻ ഉണ്ട് കേട്ടോ.
പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് എത്താനാകുമ്പോഴത്തേന് പെയിന് കുറഞ്ഞിട്ടോ, എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. പിന്നെ ഒന്ന് പെയിന് കുറഞ്ഞ് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ കിടന്നിട്ടോ. അവിടെ കിടന്ന് ഒന്ന് മേലൊക്കെ കഴുകി ചൂടുവെള്ളമൊക്കെ പാർന്ന്, ചൂടുവെള്ളം മസ്റ്റായിട്ട് പാരാൻ മീൻസ് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ക്ലീനാക്കി ഫ്രഷായിട്ട് കിടന്നിട്ടോ. അപ്പോൾ ഇതിന് ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് തിരുമ്പാൻ കൊണ്ടുപോയി വെക്കലും മീൻസ് നാളേക്കുള്ള പരിപാടികൾ നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തടെ വഴിക്ക് ബിസി ആയിട്ടോ. അങ്ങനെ ഞാൻ ഒരു ഒരു മണി 2 മണിയായപ്പോൾ കിടന്ന് ഉറങ്ങിക്കണെന്ന് വെച്ചാൽ മോള് കരയുന്നുണ്ടായിരുന്നു. മോളിത്ത അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുക്കുന്നുണ്ട്. 1 മണി 2 മണിയായപ്പോൾ എനിക്ക് പെയിന് സഹിക്കണില്ല. അപ്പോൾ ഉമ്മച്ചി കിച്ചണിലാണ്, കാരണം ഹോസ്പിറ്റലിലല്ലായിരുന്നു ഇത്ര ദിവസം. അപ്പോൾ ഉമ്മ കിച്ചൺ ക്ലീൻ ആക്കുകയാണ്, മോളെ നോക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ കുറേ പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടിടലും ഉമ്മ മീൻസ് ഈ കിച്ചണൊക്കെ നല്ല കച്ചറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അതൊക്കെ ക്ലീൻ ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിയായപ്പോൾ ഞാൻ പെയിന് സഹിക്കാൻ ഞാനോട് കരഞ്ഞിട്ടോ. കരഞ്ഞു വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം പറഞ്ഞിട്ടോ ഞാൻ കരഞ്ഞത്. അപ്പോൾ ഉപ്പ പറഞ്ഞ് ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, ഇപ്പോൾ പോയാൽ അവിടെ അഡ്മിറ്റ് ആക്കുള്ളൂ, നമുക്ക് മോർണിംഗ് പോകാൻ പറഞ്ഞ്. അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ ഉമ്മ കൂവപ്പൊടി കലക്കിയിട്ട് കൊടുന്നു തന്നിട്ടോ. കൂവപ്പൊടി കലക്കിയിട്ട് കൊടുന്നു തന്നിട്ട് അത് കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഉമ്മച്ചി യാസീനും അതും ആയത്തുൽ കുർസിയും ഒക്കെ ഓതി തന്നിട്ട് തലയിൽ ഊതിയിട്ട് ഉമ്മച്ചി പറഞ്ഞ് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉമ്മച്ചി എന്നെ അങ്ങനെ തട്ടി കുട്ടീനെ നോക്കുന്നു, ഉമ്മച്ചി എന്നെ നോക്കുന്നു. അങ്ങനെ തട്ടിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടാ. ഒന്നുറങ്ങി. പിന്നെ 7 മണിയായപ്പോൾ പിന്നെ എനിക്ക് പെയിന് തുടങ്ങിയിട്ടാ. പിന്നെയും പെയിന് തുടങ്ങി വെച്ചാൽ എക്സ്ട്രീം ലെവൽ പെയിന് മോർണിംഗ് കൊണ്ടും തുടങ്ങി. അപ്പോൾ ചൂടുവെള്ളമൊക്കെ പാർന്ന് ക്ലീൻ ആക്കിയപ്പോൾ പിന്നെ കുറഞ്ഞിട്ടാ. അങ്ങനെ ചൂടുവെള്ളം പാരുമ്പോൾ എനിക്ക് പിന്നെ കുറയാൻ തുടങ്ങിയിട്ടാ, പെയിന് കുറയാൻ തുടങ്ങി. അങ്ങനെ ചൂടുവെള്ളം പാരും കുറയും അങ്ങനെ ആയിട്ട് പിന്നെ കുറച്ച് ദിവസം അങ്ങനെ ഇതായി കുറച്ച് ദിവസം അങ്ങനെ ചൂടുവെള്ളം പാർന്ന് പിന്നെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല പെയിനായി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ടാ. അപ്പോൾ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞൊരു ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉള്ളു കംപ്ലീറ്റ് ഉണങ്ങിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇത് ഇവൾക്ക് യൂറിൻ ഇൻഫെക്ഷന് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ഡെലിവറിക്ക് മുന്നേ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നിട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റി ശരീരത്തിൽ കുറച്ച് വെള്ളം ഇതൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ 2 ഡേയ്സിന് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇത് തുടർന്നുകൊണ്ട് ഈ വേദന, ചൂടുവെള്ളം പാരല്, അങ്ങനെ പിന്നെ ഒരു സ്റ്റിച്ച് അവിടെ പെട്ട്. പിന്നെ അത് വരാനായി. അള്ളാഹു അക്ബർ, അത് വരാനായിച്ചാൽ ആ സ്റ്റിച്ച് വീണിട്ടില്ലെങ്കിൽ പെയിൻ സഹിക്കില്ല. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഞാൻ പതുക്കെ എടുത്തരാം. ഞാൻ വേണ്ട. അങ്ങനെ ചൂടുവെള്ളം വെച്ച് അത് പോയിട്ടാണ്. അങ്ങനെ ഞങ്ങളിട്ട് അടുപ്പാളൊരു ഞാൻ ഇനിയൊരു പാർട്ട് 3 വേണ്ട വെച്ചിട്ട് അങ്ങനെ യൂറിൻ ഇൻഫെക്ഷന് ഡോക്ടർ പറഞ്ഞ് നല്ല കൂടിയിട്ടുണ്ട് പറഞ്ഞിട്ട് അന്ന് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റി. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വിടാനൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്ത് പറയണതൊന്നുമല്ല, ഇടയ്ക്ക് മോള് കരയുമ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാൻ ഈ സ്റ്റിച്ച് വീണവരെ പിന്നെ പെയിനായിട്ടോ. അങ്ങനെ സ്റ്റിച്ച് വീണതിൻ്റെ ശേഷം പിന്നെ ഞാൻ നോർമലായി തുടങ്ങിയിട്ടോ. പിന്നെ ഡിപ്രഷൻ വരാൻ തുടങ്ങി. ഡിപ്രഷൻ വെച്ചാൽ എല്ലാവരോടും ദേഷ്യം തോന്നുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒച്ചിട്ട് സംസാരിക്കുക. എനിക്ക് ഡിപ്രഷൻ അങ്ങനെ ഓവറായിട്ട് നിങ്ങളോട് ക്ലിയറായിട്ട് സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ഡിപ്രഷനെ കുറിച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ മെയിനായിട്ടും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നൈറ്റ് കരയുക, വെറുതെ ഇരിക്കുമ്പോൾ കരയുക, അങ്ങനെയാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ അപ്പോൾ പറയാം എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ചെയ്തോ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല, മീൻസ് എനിക്ക് ഏണിങ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഇനി വേണ്ട, എൻ്റെ ഡെയിലി റൂട്ടീൻസ് ഇടാമെന്ന്. അങ്ങനെ പിന്നെ അതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ടാണ്
അപ്പോൾ അതിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ടാണ് കേട്ടോ ഞാൻ റിക്കവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡിപ്രഷൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ, അത് ഇതിൽ പറയാതിരിക്കുക നല്ലത്, കാരണം അത് ഇനിയും ലോങ് ആയിപ്പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളേതായ ഡെലിവറി മീൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റിൽ റിപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഒരാൾ യൂറിൻ്റെ ആ പമ്പിനെ കുറിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്താണ് കേട്ടോ അത് കണ്ടത്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മീൻസ് എങ്ങനെയാണ് ഇത് എന്താ പറയുക വികസിപ്പിക്കുന്നത്, ഈ ട്യൂബ് ഇട്ടിട്ട്. അപ്പോൾ എങ്ങനെയാണ് ട്യൂബ് ഇട്ടിട്ട് വികസിപ്പിക്കുന്നത് എന്നുള്ളത് ആ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. കാരണം അതും കൂടി ഇതിലൊക്കെ ഇൻവോൾവ് ആക്കി വരുമ്പോഴത്തേന് ഒരുപാട് ടൈം, ഒരുപാട് ലോങ് ആവട്ടെ വീഡിയോ. അപ്പോൾ എന്താ പറയുക, ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണം, എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിലൊന്ന്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടത്, ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഈ ഡെലിവറി വീഡിയോ തന്നെ എൻ്റെ PM ഒരുപാട് മെസ്സേജ് വന്ന കാരണമാണ് കേട്ടോ ഇടുന്നത്. ഞാൻ മറ്റേ ഡെലിവറി വീഡിയോ ഇട്ട പാടന്നെ എനിക്ക് നെക്സ്റ്റ് വീഡിയോക്ക് വന്നത് ഇതാണ് കേട്ടോ, ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാഡ് കമൻ്റ് ഒന്നും ഇട്ടിട്ടോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻസിൽ പറയാം കേട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. താങ്ക് യു.